പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാളായി ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട്. ഒരുപാട് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പ്. യൂട്യൂബിലൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ജൂൺ 21 ആണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോഗയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടും അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മളെ ഒന്ന് അവെയറാക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ബോധവാന്മാരാക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. സോ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മോട്ടിവേഷൻ, ഒരു കഥയോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഒന്നുമല്ല. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് മോട്ടിവേഷനൊന്നും ആരെയും ഒരിടത്തും രക്ഷിച്ചതായിട്ടൊന്നും ഞാൻ വലുതായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. നമുക്ക് സ്വയം തോന്നണം നമ്മൾ ആരെങ്കിലും ആവണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വയം ഒരു തോന്നലുണ്ടാവണം. സോ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഒന്ന് പകർത്തി നോക്കാം. ഒരു കാര്യമുള്ളൂ, നമുക്ക് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസമാധാനത്തോടു കൂടി ജീവിക്കണമെന്നാണ്, അല്ലേ? മനസമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഭൂരിഭാഗം ആൾക്കാരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളെ അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം സംഭവങ്ങളും. സോ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്ത് അതിനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് അതിന് സൊല്യൂഷനൊക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചില സംഭവങ്ങളുണ്ട്. അൺകൺട്രോളബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമ്മൾ വിചാരിച്ചാൽ അതൊന്നും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ശരിയാക്കാൻ പോയാലും അതൊന്നും നടക്കില്ല. സോ അങ്ങനെയുള്ള ഒരു കൂട്ടം സംഭവങ്ങളുണ്ട്. സോ അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകാതിരിക്കുക എന്നത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. അപ്പോൾ കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്ത് നമുക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ നമുക്ക് കാണാം. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ചില സംഭവങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അങ്ങോട്ട് ആലോചിച്ച് വെറുതെ മനസ്സ് അസ്വസ്ഥമാക്കണ്ട. സോ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ തരണം എന്ന് തോന്നി. സോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു ചാനലാണ്. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. സോ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്, വലിയ ഒരു ചാനൽ കാര്യങ്ങളും അല്ല. സോ നിങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ അടിക്കുക. താങ്ക് യു സോ മച്ച്.